കഴിഞ്ഞാൽ പാരമ്പര്യ രീതിയായിട്ട് വരുന്ന പൈസക്കാർക്കും കഷ്ടപ്പെട്ട് സമ്പാദിച്ച് മുകളിലോട്ട് വന്ന ആൾക്കും നിറയെ വ്യത്യാസം ഉണ്ടാവും. വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് വരുന്ന ആൾക്കാർ ഭയങ്കര ബോസിങ് ആയിരിക്കും. സി ദിസ് ഇസ് ഹൗ യു ഷുഡ് ഡു, ദിസ് ഇസ് ഹൗ ഐ ലൈക്ക്, ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഭയങ്കര പ്രിസൈസ് ആയിട്ടിരിക്കും. സോ നിങ്ങൾ വർക്ക് ചെയ്ത് മുകളിലോട്ട് വന്നാണ് നിങ്ങളുടെ വർക്കേഴ്സിൻ്റെ കൂടെ നിങ്ങൾ എങ്ങനെയായിരിക്കും പഴകുന്നത്? വർക്കേഴ്സ് എല്ലാം ഞാനൊരു വർക്കർ ആയതുകൊണ്ട് വർക്കേഴ്സായിട്ടുള്ള അവരുടെ പ്രോബ്ലംസും എല്ലാം നമുക്കറിയാം. ഡയറക്റ്റ് ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ടാണോ മൂവ് ചെയ്യുന്നത്? ഫ്രണ്ട്ലി ആയിട്ട് തന്നെ മൂവ് ചെയ്യും. പക്ഷെ ഒരുപാട് ഫ്രണ്ട്ലി ആയി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് എഫക്ട് ചെയ്യില്ല. ഒത്തിരി ഫ്രണ്ട്ലി ഇല്ല, അവരുടെ പ്രോബ്ലംസ് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ഒരു വർക്കർ ആയതുകൊണ്ട് അത് നമുക്ക് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് വിടാൻ പറ്റും. ഫ്രണ്ട്ലി ആണ്, എന്നാൽ ഒത്തിരി ഫ്രണ്ട്ലി അല്ല. ഓക്കെ ഫൈൻ. ഇപ്പൊ ഈ ബിസിനസ്സിൽ ഇപ്പൊ ഈ 300 പേര് വർക്ക് ചെയ്യുന്ന ബിസിനസ്സിൽ ഈ തമിഴ്നാട് ആയതുകൊണ്ട് നമുക്ക് വന്നിട്ട് ഗവൺമെന്റ് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഒരു ബിസിനസ് എന്ന് ചെയ്യുമ്പോൾ തമിഴ്നാട് ഇൻഡസ്ട്രി എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ പർട്ടിക്കുലർലി കോയമ്പത്തൂർ ഐ തിങ്ക് യു ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ഇൻ ഡൂയിങ് ബിസിനസ് അല്ല. കോയമ്പത്തൂർ ഇപ്പോൾ ഈ ജോലി, ഈ ഒരു ഫാക്ടറി നമ്മുടെ നാട്ടിലാണെങ്കിൽ എങ്ങനെയായിരിക്കും സ്ഥിതി? നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് ഇത്രയും ലേബർ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ലേബർ പ്രോബ്ലം വരും. ലേബർ പ്രോബ്ലം നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ലേബർ പ്രോബ്ലം ഇല്ല. അതാണ് ഇമ്പോർട്ടൻസ്. ഇങ്ങനെയാണ് നമ്മുടെ നല്ല മലയാളീസ് എന്ന് പറയുന്നത് തന്നെ 10% ഓഫ് IQ ഹയർ ദാൻ അതർ പീപ്പിൾ എന്നാണ് നമ്മുടെ സെൻസസ് പറയുന്നത്. ആ IQ ഒക്കെ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ന് ഒരു 300 പേർക്ക് എംപ്ലോയ്മെന്റ് കൊടുത്തിരിക്കുകയാണ് ഇദ്ദേഹം. സോ ഇങ്ങനെയാണ് ഓരോരോ മലയാളിയും വന്നിട്ട് ഓരോരോ സെക്ടറിൽ എക്സലന്റ് ആയിട്ട് ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ മലയാളീസ് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ കേരളം എന്നേ നന്നായാണ്. പക്ഷെ നമ്മുടെ ട്രേഡ് യൂണിയൻ പ്രോബ്ലംസ്, ലേബർ പ്രോബ്ലം, ഇറ്റ്സ് റിയലി അബ്സ്ട്രക്റ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് കേരള. സോ നിങ്ങൾ പറയും ഈ കോമ്പനൻസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ലൈക്ക് പ്രൈവറ്റ് ബോഡീസിന് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതർ ദാൻ വൺ കമ്പനി, ദ വൺ ബിഗ് കമ്പനി യൂസ്, ബാക്കിയുള്ള കമ്പനീസിനൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്? ഇല്ല, ഞങ്ങൾക്ക് ഇതിന് സമയം കറക്റ്റ് ആയിട്ടുണ്ട്. കേരളത്തിൽ ഏതെങ്കിലും കമ്പനിക്ക് എടുത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? കേരളത്തിൽ വന്നിട്ട് ഞങ്ങൾ NTC ഗ്രൂപ്പിന് ഡയറക്റ്റ് നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ചെയ്യുന്നുണ്ട് കേരളത്തിൽ. ബട്ട് നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ഇസ് ത്രൂ ഔട്ട് ദെയർ ഇൻ ഇന്ത്യ. അതിൽ കേരള സെക്ടറിൽ വർക്ക് ചെയ്യും. പക്ഷെ കേരളത്തിലുള്ള ഡയറക്റ്റ് കമ്പനീസ് വേറെ ഒന്നും ചെയ്യാറില്ല. വേറെ ഞങ്ങൾ കൂടുതൽ കേരളത്തിലേക്ക് ചെയ്യാറില്ല. അത് തന്നെയാണ് സത്യം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ തമിഴ്നാട്ടിൽ വന്ന് ജീവിക്കുമ്പോൾ തമിഴ്നാട് എന്ന് പറയുന്ന സ്ഥലം ശരിക്കും സ്വർഗ്ഗഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും ശരി, ജീവിക്കാനും ശരി, 10 രൂപയ്ക്കും ജീവിക്കാം, 100 രൂപ ഉള്ള ആളും ജീവിക്കാം, 1 കോടി രൂപ ഉള്ള ആളും ജീവിക്കാൻ പറ്റും തമിഴ്നാട്. സോ തമിഴ്നാട് ഇത്ര വെൽക്കമിങ് ഒരു സ്റ്റേറ്റ് ആയിട്ട് നമ്മളെ വന്നിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള രീതിയിൽ ഇവിടെ ഉള്ള ആൾക്കാർ നിങ്ങളോട് എപ്പോഴെങ്കിലും എൻ്റെ ഒരു മുന്നേറ്റം നിങ്ങളുടെ കാരണം കൊണ്ട് അഫക്റ്റ് ആയി എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഇതില്ല. അവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ തീർച്ചയായും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇവിടെ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ആവാൻ പറ്റില്ല. സോ അതിൽ നിങ്ങൾ തമിഴ്നാട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നന്ദി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കായിരിക്കും പറയുന്നത്? തമിഴ്നാട്ടില് നന്ദി പറയാന്ന് വെച്ചാൽ അല്ല, ഇവിടെ വന്നിട്ടാണല്ലോ നിങ്ങൾ ബിസിനസ് ഒക്കെ ഡെവലപ്പ് ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ കാണും, ഒരാളെ എന്താ വർഗീസ് നീ ഇങ്ങനെ ചെയ്യരുത്, നീ സ്വന്തമായിട്ട് ഒരു തൊഴിൽ ചെയ്യ എന്നൊക്കെ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് വന്നിട്ട് ഒരു നമ്മുടെ ഫ്രണ്ട്സ് ലെവലിൽ നിറയെ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങാൻ ഐഡിയ പറഞ്ഞത് ആരാണ്? ബിസിനസ് തുടങ്ങാൻ ഞാൻ ഫസ്റ്റ് ഹെൽപ്പറായിട്ടാണ് നമ്മുടെ എറണാകുളത്തുള്ളൊരു ജോയി എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ അടുത്താണ് വർക്ക് ചെയ്തത്. അപ്പോൾ പുള്ളിയായിട്ട് തന്നെ ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് പുള്ളി എന്നെ സബ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിയാണ് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിലുള്ള ടേണിംഗ് പോയിന്റ്. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് വെളിയിൽ വന്ന് പിന്നെ മറുപടി തനിയെ വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാനും അതേ ഓണർ ചെയ്യുന്ന കമ്പനി തന്നെ ഡയറക്റ്റ് ആയിട്ട് വർക്ക് എടുക്കാൻ തുടങ്ങി. സോ തീർച്ചയായിട്ടും ആസ് ലൈക്ക് മിസ്റ്റർ വർഗീസ് there are lot of മലയാളീസ് മാത്രമല്ല ഇവിടെ ജീവിക്കുന്ന ആൾക്കാരായാലും ശരി, അവർക്കായിട്ട് ഒരു ടേണിംഗ് പോയിന്റ് ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരാളുണ്ടാവും. എപ്പോഴും എല്ലാവരും ഫീൽ ചെയ്യുന്ന ഒരു പേഴ്സൺ, താങ്ക് ചെയ്യുന്ന പേഴ്സൺ തീർച്ചയായിട്ടും എല്ലാവരും ജീവിതത്തിലും കാണും. ഇദ്ദേഹം ഇന്ന് 300 പേരെ ജോലി കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു സർവീസാണ്. ഹി ഈസ് ഡൂയിങ് എ ബിഗ് സർവീസ് ടു ദ കമ്മ്യൂണിറ്റി. നിങ്ങൾ പറയുമോ ഈ ജോലി അല്ലാതെ പേഴ്സണൽ ജീവിതത്തിൽ കിടക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ് എത്ര ദിവസമായി, ഇത് എത്ര കൊല്ലങ്ങളായി? 5 വർഷമായുള്ളൂ. കുട്ടി ഉണ്ടോ? കുട്ടി 2 പേരുണ്ട്. അവരെന്താ ചെയ്യുന്നത്? പ്രീ കെ ജി പോകുന്നു.
മോള്. ഓക്കെ. ഇപ്പോൾ മകൻ വന്നിട്ട് ഇപ്പോൾ 2 months. യങ് ഓൺടർപ്രണർ, വെരി യങ് ഓൺടർപ്രണർ. കല്യാണം കഴിഞ്ഞ് 5 കൊല്ലം ആയിട്ടുള്ളൂ. സോ ഹി ഹാസ് സ്റ്റാർട്ടഡ് ഹിസ് കരിയർ ഇൻ ഹിസ് ഏർലി ഏജ് അല്ലേ? നിങ്ങൾ കരിയർ തുടങ്ങിയത്, നിങ്ങളുടെ വർക്ക് തുടങ്ങിയത് നിങ്ങളുടെ ചെറുപ്രായത്തിലായി. എല്ലാവരും ചിരിച്ച് സന്തോഷമായി ഫ്രീക്കായിട്ട് നടക്കുന്ന ആ സമയത്ത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് വർക്ക് ചെയ്യായിരുന്നു അല്ലേ? ഇവിടെ ഈ കോയമ്പത്തൂരിൽ ഒത്തിരി മലയാളീസ് ഉണ്ടല്ലോ, മലയാള സംഘടനകൾ ഒത്തിരി ഉണ്ട്. നിങ്ങൾ അതിൽ ഏതിലെങ്കിലും ഇൻവോൾവ് ആണോ? ഇല്ല, എല്ലാ സംഘടനയായിട്ട് പരിചയമുണ്ട്, പക്ഷെ ഞാൻ ഫുള്ളായിട്ട് അതിൽ ഇൻവോൾവ് ആയിട്ടില്ല. എന്തുകൊണ്ട്? അതിന് നമുക്ക് ടൈം ഇതുവരെ കിട്ടില്ല. നമ്മൾക്ക് കറക്റ്റ് ടൈം ആയിരിക്കും, അതുകൊണ്ട് അതിന് ഫുൾ ടൈം എടുക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ഈ റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട്, അതൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കുക? ഇവിടെ ഡയറക്റ്റ് പർച്ചേസ് കോയമ്പത്തൂർ തന്നെയാണ്. വേറെ പുറത്തുനിന്ന് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാറില്ല? പുറത്തൊന്നും ഇല്ല. നിങ്ങൾ നിങ്ങൾ വെച്ചിരിക്കുന്ന മെഷീനറീസ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന മെഷീനറീസ് ഒക്കെ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്? മിഷണറീസ് ഹൈദരാബാദ്, ബാംഗ്ലൂർ പർച്ചേസ് ചെയ്യാറ്. നോർമലി പറയാറുണ്ടല്ലോ ഒരു ഗുജറാത്തിൽ നിന്നും ബോംബെയിലേക്ക് എന്താണ് മെഷീനറീസ് പർച്ചേസ് ചെയ്യുക, അവിടെയാണ് ലാഭം എന്നൊക്കെ. ഞങ്ങൾ വന്നിട്ട് ഫുൾ ലേബർ വർക്ക് ആയതുകൊണ്ട് വലിയ വലിയ മെഷീനറീസ് ഇതാണ്. പിന്നെ ഞങ്ങൾ ഇനിയൊരു യൂണിറ്റ് ഉണ്ട് സ്റ്റാമ്പിങ്, അത് വന്നിട്ട് ഫുള്ളാ ഗുജറാത്തിൽ നിന്ന് പർച്ചേസ്. ഇപ്പൊ മൊത്തം ഈ ഒരു ഇവിടെ ഉള്ള മെഷീൻസും ഇവിടെ ഉള്ള ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്ര ഉണ്ടാവും? കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല? ഇങ്ങനെയും ചില പേരുണ്ട്, എത്ര വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള അറിയാത്ത ഒരു ഇതുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2000 തുടങ്ങി 9 years ആയില്ല. അപ്പം നിങ്ങൾ പൈസ സ്റ്റാർട്ടിങ്ങിൽ ഒത്തിരി പേര് സഹായിച്ച് കാണും, അല്ലെ ബാങ്ക് ലോൺ എടുത്ത് കാണും, അല്ലെ കുടുംബത്തിൽ നിന്ന് ആൾക്കാർ സഹായിച്ച് കാണും, അങ്ങനെയൊക്കെ ആണല്ലോ തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ഈ ബിസിനസ്സിലോട്ട് ഇടുന്ന പൈസ നമ്മൾ ഇത്രയും കൊല്ലങ്ങളുടെ ഉള്ളിൽ നമ്മൾ തിരിച്ചെടുക്കണം. അതാണ് ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത്. ആ ബ്രേക്ക് ഈവൻ കഴിഞ്ഞാലേ നമുക്ക് കിട്ടുന്ന പൈസയൊക്കെ പ്രോഫിറ്റായി കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നിങ്ങൾ എത്ര കൊല്ലത്തിൻ്റെ ഉള്ളിൽ നോർമൽ നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷനെ കൊണ്ടുവന്നിരിക്കുന്നത്? ഒരു 2-3 വർഷമായിട്ടുണ്ടാവും. 2-3 വർഷമായിട്ടുണ്ടാവും. സ്പെസിഫിക് ആയിട്ട് അറിയുന്നില്ല എപ്പോഴാണ് ബ്രേക്ക് ഈവൻ ആയത്. ബിക്കോസ് ദിസ് ഇൻഡസ്ട്രി ഈസ് കൈൻഡ് ഓഫ് ഇൻഡസ്ട്രി വെയർ ഹി ഈസ് ടേക്കിംഗ് ജോബ് ഓർഡേഴ്സ് എടുക്കുമ്പോൾ അവർക്ക് വന്നിട്ട് ഇങ്ങനത്തെ എന്താ പറയുക ബ്രേക്ക് ഈവൻ പോയിന്റ്സ് ഒക്കെ ചിലപ്പോൾ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. സോ ഈവൻ ദോ ഇഫ് ഹി ഹാസ് നോട്ട് കാൽക്കുലേറ്റഡ് ദറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ്സ്, ഐ നോ ഹി ഹാസ് അച്ചീവ്ഡ് ഹിസ് ബ്രേക്ക് ഈവൻ ഇൻ 2 years time. ബിക്കോസ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ എഞ്ചിനീയറിംഗ് വർക്ക്സ് ആണെച്ചാലും ഇങ്ങനത്തെ റിലേറ്റഡ് വർക്ക്സ് ആണെങ്കിലും തീർച്ചയായിട്ടും ഒരു 2 years പീരിയഡിൽ നിങ്ങൾ ബ്രേക്ക് ഈവൻ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ ഈ ഇത്രയും പേര് വർക്ക് ചെയ്യുന്നില്ലേ, ഏതെങ്കിലും ഒരു തൊഴിലാളി നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ബോസൊക്കെ എഗെയിൻസ്റ്റ് ഞാൻ പണി ചെയ്യാൻ പോവാണ് എന്നുള്ള രീതിയിൽ ആരെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എൻ്റെ ബോസ് എഗെയിൻസ്റ്റ് ആയിട്ടില്ല. ഇതേ വർക്ക് എൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ട് ഞാനിപ്പോൾ എങ്ങനെയാണ് വെളിയിൽ വന്ന അതേമാതിരി നിറയെ ലേബേഴ്സ് വെളിയിൽ പോയി സ്വന്തമായി ചെയ്തു. അതിപ്പോ ഈ തൊഴിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എല്ലാവരും വരുന്നത് ഈ ഫീൽഡിലേക്ക് അങ്ങനെയാണ്. നമ്മളാണെച്ചാലും ബാക്കിയുള്ളവരാണെച്ചാലും എല്ലാവരും വരുന്നത് ഈ ഫീൽഡിലേക്ക് അങ്ങനെയാണ്. സോ അതിനെ കുറിച്ച് നമ്മൾ ഫീൽ ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട്.